ഞങ്ങൾക്ക് മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന മതി എന്നൊക്കെ സീറോ മലബാർ സഭയുടെ അംഗമായി നിന്നുകൊണ്ട് അജ്ഞതയോടെ പറയുന്ന പാവം മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലനം, പ്രത്യേകിച്ച് വിമത പാതിരികൾ ശുശ്രൂഷ ചെയ്ത് എറണാകുളം എത്രത്തോളം പരാജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഗോള സഭയുടെ തലവനായിരിക്കുമ്പോൾ തന്നെ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഒരു വ്യക്തിസഭയായ ലത്തീൻ സഭയുടെ അഥവാ പാശ്ചാത്യ റോമൻ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസ് ആണ്. അതിനാൽ മാർപ്പാപ്പ സാധാരണയായി അർപ്പിക്കുന്നത് ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയാണ്. എന്നാൽ പൗരസ്ത്യ സുറിയാനി സഭയായ സീറോ മലബാർ സഭയിൽ അഥവാ മാർത്തോമ നസ്രാണി സഭയിൽ ഉപയോഗിക്കുന്നത് കൽദായ സുറിയാനി ക്രമമാണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള കുർബാന ക്രമങ്ങളാണ്. ഘടനയിലും പ്രയോഗങ്ങളിലും ആശയങ്ങളിലും സാരമായ വ്യത്യാസങ്ങളുണ്ട്. ലത്തീൻ കുർബാന ക്രമത്തിൽ നിന്നും കൽദായ സുറിയാനി കുർബാന ക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി ഗ്രീക്ക്, അർമേനിയൻ, കോപ്റ്റിക്, എത്യോപ്യൻ, അന്ത്യോക്യൻ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത കുർബാന ക്രമങ്ങൾ കത്തോലിക്ക സഭയിലുണ്ട്. അമേരിക്കയിൽ റോഡിന് വലതുവശത്തു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്, ഇന്ത്യയിൽ ഇടതുവശത്തും. ഞങ്ങൾക്ക് ജോ ബൈഡൻ ഓടിക്കുന്നത് പോലെ ഇന്ത്യയിൽ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? സീറോ മലബാർ സഭയുടെ കുർബാനക്രമം 1999 വരെ പൂർണ്ണമായും മദ്ബഹ അഭിമുഖമായി ചൊല്ലുവാനായിട്ടായിരുന്നു റോമിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. എന്നാൽ വിമതചേരി ഇത് പാലിക്കാതെ ജനാഭിമുഖം ആരംഭിക്കുകയും റോം ജനാഭിമുഖം അവസാനിപ്പിക്കുവാൻ കർശന നിർദ്ദേശം കൊടുത്തിട്ടും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കുർബാന അർപ്പണങ്ങൾ സീറോ മലബാർ സഭയിൽ ഉണ്ടായി. അനുസരിച്ചവർ മദ്ബഹ അഭിമുഖമായും അനുസരിക്കാത്തവർ ജനാഭിമുഖമായും തുടർന്നു പോന്നു. ഇതുകൊണ്ടാണ് 1999 മുതൽ സിനഡ് ഒരു ഐക്യരൂപത്തിന് ശ്രമിച്ചത്. ഇത് പ്രകാരം കുർബാനയുടെ ഒരു 65-70% ജനാഭിമുഖമായും ബാക്കി 30-35 അൾത്താര അഭിമുഖമായും ചെല്ലുവാനാണ് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ വിമതന്മാർക്ക് അത് സ്വീകാര്യമല്ല. പൂർണ്ണമായും ജനാഭിമുഖമല്ലാതെ അവർക്കൊന്നും സ്വീകാര്യമല്ല. കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നത് ഓരോ വ്യക്തിസഭയും അതിൻ്റെ തനിമയും വ്യക്തിത്വവും വീണ്ടെടുക്കാനാണ്. എന്നാൽ വിമതചേരി അവരുടെ തോന്നിയാസം പോലെ ചെയ്യുന്നതിനാൽ ഈ ലക്ഷ്യം നേടാൻ സീറോ മലബാർ സഭയ്ക്ക് സാധിക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റൊരു പൗരസ്ത്യ കത്തോലിക്ക സഭയായ സീറോ മലങ്കര സഭ പൂർണ്ണമായും മദ്ബഹ അഭിമുഖ കുർബാനയാണ് അർപ്പിക്കുന്നത്. മറ്റ് അകത്തോലിക്ക പൗരസ്ത്യ സഭകളുടെ കുർബാന അർപ്പണ രീതിയും പൂർണ്ണമായും മദ്ബഹയിലേക്ക് തിരിഞ്ഞു തന്നെയാണ്. സീറോ മലബാർ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ലത്തീൻ ക്രമം ഉപയോഗിക്കുന്ന സഭയല്ല. മാർപ്പാപ്പയുടെ ക്രമം വേണ്ടവർക്ക് ലത്തീൻ സഭയിൽ ചേരുക എന്ന മാർഗം മാത്രമേ കത്തോലിക്ക സഭയിൽ നിലവിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നാൽ ലത്തീൻ സഭയിൽ ചേരാനും അവർ തയ്യാറല്ല. കാരണം അധികാരവും ഇന്നത്തെ സുഖജീവിതവും നഷ്ടപ്പെടും എന്നതാകാം. കത്തോലിക്ക സഭയെക്കുറിച്ചും അതിന്റെ രീതികളെക്കുറിച്ചും യാതൊരു വിവരവുമില്ലാതെ ബാലിഷ്യവും യുക്തിരഹിതവുമായ ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് വിമത പാതിരിമാരും അവരുടെ വാക്കു കേൾക്കുന്ന അൽമായരും മുഴക്കുന്നത്. കുറ്റക്കാർ അവരല്ല. അവർക്ക് അടിസ്ഥാനപരമായ മതബോധനം പോലും നൽകുവാൻ കഴിയാതെ പോയ നേതൃത്വം തന്നെയാണ്. ശ്രീ ജോജു ജോർജ്, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.